കാർഷിക പരീക്ഷണങ്ങൾക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി വേറിട്ട കൃഷിക്ക് വിത്തെറിഞ്ഞു കഴിഞ്ഞു. ക്യാബേജും കോളിഫ്ലവറും വിളഞ്ഞ ചൊരിമണ്ണിൽ പുത്തൻ കാർഷിക വിപ്ലവം നടത്തുകയാണ് കഞ്ഞിക്കുഴിയിലെ കർഷകർ. ചൊരിമണലിൽ ഇനി സൂര്യകാന്തി പൂവും വിളയിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കഞ്ഞിക്കുഴിക്കാർ. കഞ്ഞിക്കുഴി സ്വദേശിയായ വട്ടപ്പാട്ട് സൈനിമോനാണ് 30 സെന്റ് നിലത്ത് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് സൂര്യകാന്തി ചെടി നട്ട് വിളവെടുത്തത്. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലഭിച്ച വിത്ത് ഉപയോഗിച്ചാണ് ചെടി ഉൽപ്പാദിപ്പിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത 300 ചുവട് സൂര്യകാന്തി ചെടിയിൽ നിന്നാണ് വടക്കേ ഇന്ത്യൻ പുഷ്പങ്ങളോടൊപ്പം നിൽക്കുന്ന പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നട്ടത് അദ്ദേഹം. പക്ഷെ നല്ല വിളവാണ് ഈ സൂര്യകാന്തി ചെടിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 50 സെന്റ് സ്ഥലത്താണ് വീണ്ടും ഈ സൂര്യകാന്തി പൂവിൻ്റെ കൃഷി സൈനിമോൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ഞിക്കുഴിയിൽ ഈ ചൊരിമണലിൽ എന്തും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കഴിയുമെന്ന് ഈ സൂര്യകാന്തി പൂവിൻ്റെ വിളവെടുപ്പോടുകൂടി ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ചാണകപ്പൊടിയാണ് വളമായി ഉപയോഗിച്ചത്. ചൊരിമണലിൽ സൂര്യകാന്തി ചെടി വളരുമോ എന്ന സംശയം കൃഷിയുടെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 45 ദിവസം കഴിഞ്ഞപ്പോൾ പൂക്കൾ പാകമായി. ഇനി സൂര്യകാന്തി കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ നിർമ്മാണ തൊഴിലാളി കൂടിയായ സൈനുമോൻ. സൂര്യകാന്തി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവശ്യമുള്ളവർക്ക് ചെടിയുടെ വിത്തുകൾ സഹകരണ ബാങ്കിൽ നിന്നും ലഭ്യമാകും. എന്തായാലും വ്യത്യസ്തമായ കൃഷികൾ കൊണ്ട് പ്രസിദ്ധമായ കഞ്ഞിക്കുഴി ഇനി സൂര്യകാന്തി പൂക്കളുടെയും പേരിൽ അറിയപ്പെടും. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.